നമസ്കാരം. പിണറായി സർക്കാരിന് വീണ്ടും കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ആന്റണി രാജുവിന്റെ MLA സ്ഥാനം ഏതാണ്ട് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇനി ആന്റണി രാജുവിന് ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് ഇനി ജീവിതകാലം മുഴുവൻ ഇരിക്കാൻ പറ്റില്ല. ജട്ടി കേസ് വിചാരണയ്ക്കൊടുവിൽ ഉണ്ടാകുന്ന കോടതി വിധി എതിരായാൽ അത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ കുരുക്കായി മാറും. പിന്നീട് ഒരിക്കലും ആന്റണി രാജുവിന് രാഷ്ട്രീയ മത്സരത്തിന് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ് നിലവിൽ ആന്റണി രാജു. ഇടത് പിന്തുണയോടെയാണ് ആന്റണി രാജു മത്സരിച്ചതും ജയിച്ചതും. നിലവിൽ ഈ സീറ്റ് പിടിച്ചെടുക്കണമെന്ന മോഹം CPM-ന് തന്നെയുണ്ട്. ഇതിനിടെയാണ് ആന്റണി രാജുവിനെതിരായ കേസ് സജീവമാകുന്നത്. ഒരു കൊല്ലത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഇതോടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിധി വരുമെന്ന് ഉറപ്പായി. ഈ വിധി എതിരായാൽ ആന്റണി രാജുവിന് രാഷ്ട്രീയ ജീവിതം എന്നേക്കുമായി ഒരു തിരശ്ശീല വീഴും. ആന്റണി രാജു കുറ്റക്കാരനെന്ന നിലപാടാണ് സുപ്രീം കോടതിയിലടക്കം പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ പിളർപ്പിലൂടെ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടി നേതാവായ വ്യക്തിയാണ് ആന്റണി രാജു. ഈ പാർട്ടി ആന്റണി രാജു എന്ന ഏക MLA മാത്രമേ ഈ പാർട്ടിയിലുള്ളൂ. വലിയ രാഷ്ട്രീയ സ്വാധീനവും കേരളത്തിലില്ലതാണ്. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന് നിന്ന് തിരുവനന്തപുരത്തെ സീറ്റ് എടുത്ത് മത്സരിക്കണമെന്ന ആഗ്രഹം നിലവിൽ CPM-നുണ്ട്. ആന്റണി രാജുവിനെ ഒഴിവാക്കിയാൽ ജനാധിപത്യ കേരള കോൺഗ്രസിനെയും പരിഗണിക്കേണ്ടി വരില്ല. NCP-യിലെ 100 കോടി കോഴ പരാതിക്ക് പിന്നിലും ആന്റണി രാജുവാണ്. ആന്റണി രാജുവിന്റെ വ്യാജ ആരോപണം NCP-യെയും ചൊടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ പ്രതിസന്ധിയും എത്തുന്നത്. തിരിച്ചടികളുടെ നാളുകളായാണ് ഓരോ ദിവസവും ഇത് പിണറായി സർക്കാരിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊടുന്നതെല്ലാം തിരിച്ചടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിചാരണയിൽ പ്രോസിക്യൂഷൻ കർശനമായ നിലപാടെടുത്താൽ ആന്റണി രാജു പ്രതിസന്ധിയിലാകും. തിരുവനന്തപുരത്തെ സീറ്റ് എടുക്കണമെന്ന അതിയായ മോഹം CPM-ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് CPM-ൽ നിന്ന് വലിയ സഹായം വിചാരണ കാലത്ത് കിട്ടുമോ എന്ന സംശയം ആന്റണി രാജുവിന് തന്നെ നിലവിലുണ്ട്. മന്ത്രിയായിരുന്നപ്പോൾ ആന്റണി രാജുവിന് അനുകൂലമായിരുന്ന കാര്യങ്ങൾ 2.5 കൊല്ലത്തിന് ശേഷം മന്ത്രിസ്ഥാനം KV ഗണേഷ് കുമാറിന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തു. അതിനുശേഷം കേസിൽ സർക്കാർ നിലപാട് മലക്കം മറിഞ്ഞു. ഹൈക്കോടതിയിൽ കിട്ടിയ അനുകൂല വിധി സുപ്രീം കോടതിയിൽ അതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് ആന്റണി രാജു കരുതി. എന്നാൽ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ മന്ത്രിയായതല്ലാതായി. മന്ത്രിയുടെ ഒരു വില പോലും CPM കൊടുത്തില്ല. പ്രോസിക്യൂഷൻ നിലപാട് കടുപ്പിച്ചുകൊണ്ടേയിരുന്നു. വിചാരണ കാലയളവിലും ഇത് പ്രതീക്ഷിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യവും ആന്റണി രാജുവിനുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് സ്വന്തം നേതാക്കളെ അത് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നാൽ പോലും അവരെ നിമിഷ നേരം കൊണ്ട് തള്ളിപ്പറയുന്ന ഒരു രീതിയാണ് നിലവിൽ ഇടതുപക്ഷ പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്നത്. മന്ത്രിയായിരിക്കുമ്പോഴാണ് ജട്ടി കേസിലെ വിവാദം വീണ്ടും തലപൊക്കിയത്. അന്ന് ആന്റണി രാജുവിന്റെ മന്ത്രിസ്ഥാനം രാജിക്കായി ആവശ്യമുയർന്നു. എന്നാൽ അന്ന് മുഖ്യമന്ത്രി കൈവിട്ടില്ല. ആന്റണി രാജു അന്ന് ഗതാഗത മന്ത്രി ആയതുകൊണ്ട് മാത്രം. എന്നാൽ മന്ത്രി അല്ലാത്ത ആന്റണി രാജുവിന് ആ പരിഗണന കിട്ടുമോ എന്ന് ഉറപ്പില്ല. ആന്റണി രാജുവിനെതിരെ ശക്തമായ സത്യവാങ്മൂലമാണ് കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. കേസിന്റെ മെറിറ്റ് ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ആവശ്യമെങ്കിൽ മെറിറ്റ് പരിഗണിക്കാൻ ഹർജി വീണ്ടും ഹൈക്കോടതിയിലേക്ക് അയക്കവേ അദ്ദേഹം കോടതിയിൽ അഭിപ്രായപ്പെട്ടു. സുപ്രീം കോടതി വിചാരണയ്ക്ക് ഉത്തരവ് നൽകി. ഹൈക്കോടതിയിൽ അയച്ചാൽ സ്റ്റേ കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ സുപ്രീം കോടതി വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ഉത്തരവ് നൽകിയത്. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസിന് ആസ്പദം. കേസിൽ ആന്റണി രാജു, കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികൾ. കേസ് പുനരന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ആന്റണി രാജു ഉൾപ്പെടെ നൽകിയ ഹർജിയിലാണ് വിചാരണയ്ക്ക് വീണ്ടും സുപ്രീം കോടതി തന്നെ അവസരമൊരുക്കി കൊടുത്തത്. പുനരന്വേഷണവുമായിരുന്നെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ പ്രതിസന്ധികളൊന്നും ആന്റണി രാജുവിന് ഉണ്ടാകുമായിരുന്നില്ല. ആന്റണി രാജുവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് നിർണായകമായി. മയക്കുമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ പ്രതിയായ വിദേശ പൗരനെ രക്ഷിക്കാൻ കൃത്രിമം കാട്ടിയെന്ന ആരോപണം ഗുരുതരമാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആന്റണി രാജുവിനെതിരായി പറഞ്ഞു. ആന്റണി രാജുവിന്റെ ഹർജി പരിഗണിച്ച നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇത് നിലനിൽക്കുമെന്നും കേസ് തള്ളുന്നത് നീതി നടപ്പാക്കുന്നതിനെ ബാധിക്കുമെന്നും പറഞ്ഞു.
എന്തായാലും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആന്റണി രാജുവിന് ഇട്ട് കൊടുത്തത് ഒന്നാന്തരം പണി തന്നെയാണ്. മന്ത്രിയായിരുന്നത് കൊണ്ട് തന്നെയാണ് അത് രാജിവെച്ചാൽ പിണറായി സർക്കാരിന് ഒരു ചീത്തപ്പേരുണ്ടാവും എന്നത് കൊണ്ട് തന്നെയാണ് ആന്റണി രാജു മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഈ ചട്ടിക്കേസ് ഇടതുപക്ഷം തന്നെ വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത്. എന്തായാലും MLA സ്ഥാനം പോകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. ഇനി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി അവസാനിക്കുകയാണ്.